സമൂഹത്തിൻ്റെ സർവസ്പർശിയായ വികാസമാണ് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ പ്രവർത്തന പദ്ധതിയുടെ കാതൽ. അമ്മയുടെ ഈ ചിന്തയുടെ സാക്ഷാത്കാരമാണ് മഹാമാഘ മഹോത്സവത്തിൻ്റെ ഭാഗമായി തവനൂരിൽ സന്യാസിനിമാർ നടത്തിയ മഹാസുദർശന ഹോമം. യജ്ഞാധികാരമുള്ള സ്ത്രീരത്നങ്ങളെപ്പറ്റി വേദകാലഘട്ടങ്ങളിൽ പരാമർശമുണ്ട്. എന്നാൽ സമൂഹത്തിൽ സ്ത്രീകൾ പാർശ്വവൽക്കരിക്കുന്നതാണ് പിന്നീടുള്ള ചരിത്രം. സമൂഹം വികസിച്ചപ്പോൾ പല മേഖലകളിലും സ്ത്രീകൾക്കും പ്രാധാന്യം ലഭിച്ചെങ്കിലും തന്ത്രകർമ്മങ്ങളിൽ വേണ്ടത്ര പ്രാധാന്യം ലഭിച്ചിരുന്നില്ല. ഇതിനു മാറ്റം വരുത്താനുള്ള ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ശ്രമഫലമായി മഠത്തിലെ നിരവധി സന്യാസിനികളും ബ്രഹ്മചാരിണിമാരുമാണ് പൂജകളും ഹോമങ്ങളും പഠിച്ച് ഈ മേഖലയിൽ സജീവമായത്. നൂറ്റാണ്ടുകൾക്ക് ശേഷം നിളാതീരത്ത് പുനരാരംഭിച്ച മഹാമാഘ മഹോത്സവത്തിൽ തവനൂരിൽ നടന്ന മഹാസുദർശന ഹോമത്തിന് നേതൃത്വം നൽകിയത് സന്യാസികളും ബ്രഹ്മചാരിണിമാരുമാണ്. നിരവധി സന്യാസിനിമാർ പൂജയിൽ പങ്കെടുത്തു. അമ്മ ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞു, മക്കളെല്ലാവരും പൂജ പഠിക്കണമെന്ന്. ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷമായിരുന്നു. അത് ഭാവിയിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പിൻ്റെ ആരംഭമാണെന്ന് പിന്നീട് അങ്ങോട്ടുള്ള ഓരോ സന്ദർഭങ്ങളും തെളിയിച്ചിട്ടുണ്ട്. 100ഓളം ബ്രഹ്മചാരിണികൾ ഒരുമിച്ചിരുന്ന് ഈ പൂജ 4 പേരും മുഖ്യ കാർമ്മികത്വത്തിൽ ചെയ്യുകയും ബാക്കിയുള്ളവർ അതിൻ്റെ മറ്റ് പരികർമ്മിത്വം വഹിക്കുകയും ചെയ്യുകയുണ്ടായി. ഇത് ഇവിടെ വരുന്ന ജനങ്ങൾക്ക് ഒരു അത്ഭുതമായിട്ടാണ് അവരുടെ മുഖം തെളിയിക്കുന്നത്. കാരണം ഇത്രയും ബ്രഹ്മചാരിണികളും സ്വാമിനിമാരും ഒരുമിച്ചിരുന്ന് ചെയ്യുന്ന ഈ പൂജ എല്ലാവർക്കും ഒരു പ്രോത്സാഹനവും പ്രചോദനവുമായിട്ടിരിക്കുകയാണ്. തുടർന്ന് സന്യാസിനിമാരുടെ നേതൃത്വത്തിൽ ഭജനയും നടന്നു. അമൃത ന്യൂസ്, മലപ്പുറം.